ഹലോ എവരി വൺ. നമ്മൾ ഈ കാണുന്നതാണ് മോൾഡ്. നമ്മളുടെ കാർബൺ ഫൈബർ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സാധനം. ഇതിൽ നമ്മൾ ഫൈബർ വെച്ചിട്ട് നമുക്ക് ഫൈബറിൻ്റെ പാർട്സ് ഉണ്ടാക്കാം, കാർബൺ ഉപയോഗിച്ചിട്ട് കാർബണിൻ്റെ പാർട്സ് ഉണ്ടാക്കാം, കെവലാർ ഉപയോഗിച്ചിട്ട് കെവലാറിൻ്റെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ബേസായിട്ട് വേണ്ടതാണ് മോൾഡ്. നമ്മളുടെ ഇതിൻ്റെ മെയിൻ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിലുള്ളത് സ്റ്റീലിൻ്റെ ബമ്പറാണ്. അത് നമ്മൾ കാർബണിലേക്ക് മാറ്റി. അപ്പോൾ സ്റ്റീലിൻ്റെ ബമ്പർ ആകുമ്പോൾ അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, 5-6 കിലോ വെയിറ്റ് ഉണ്ട്. പക്ഷേ മറിച്ച് കാർബണിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 700 ഗ്രാമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ. ഇൻക്രെഡിബ്ലി നമ്മുടെ വെയിറ്റ്, ഏറ്റവും ചെറിയ വെയിറ്റിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് പറ്റും. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ ഫൈബർ. ഒന്ന് എയറോസ്പേസ് ആണ്, വിമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. 2 നമ്മളുടെ ഓട്ടോമോട്ടീവിൽ ഇത് ലക്ഷറി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പർപ്പസ്ഫുള്ളി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ പല വണ്ടികളും കാർബൺ ഫൈബർ എന്നുള്ളത് നമ്മളൊരു ലക്ഷറി ആയിട്ട് ഉപയോഗിക്കാം. മറിച്ച് കാർ സ്പോർട്സിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു വെയിറ്റ് റെഡ്യൂസിങ് മെറ്റീരിയലാണ്. ഈ കാർബൺ ഫൈബർ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഫോർജ്ഡ് കാർബൺ, ഒന്ന് 12 വേവ്. ഇതാണ് 12 വേവ്. ഈ 12 വേവിൽ തന്നെ ഒരുപാട് എന്താ പറയുക വെറൈറ്റീസ് ഉണ്ട്. 200 GSM, 240, 380 എന്നൊക്കെ ഒരുപാട് എന്താ പറയുക ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറയാം. ഇതൊരു ഡ്രാഗ് സ്റ്റാറാണ്. ഇതിന് ഉപയോഗിക്കുന്ന ബൈക്കിൻ്റെ പാർട്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ബൈക്കിൻ്റെ പാർട്സ് നമ്മൾ കാർബൺ ഫൈബറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വെയിറ്റ് റെഡ്യൂസ്. ഈ മോൾഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്, ഫൈബറിൻ്റെത്. ഇത് ഫൈബറാണ്. ആ കാണുന്നതാണ് കാർബൺ ഫൈബർ. ഇതൊരു കൊർവറ്റിൻ്റെ പാർട്സാണ് മൊത്തം, ഈ വണ്ടിയുടെ പാർട്സ്. ഈ കാണുന്നതൊക്കെ വണ്ടികളുടെ മോൾഡുകളാണ് ഓരോന്നോരോന്ന്. ഇതൊരു ബോട്ടിൻ്റെതാണ്, ബോട്ടിൻ്റെ മോൾഡാണ്. ഇതിനകത്ത് മെറ്റീരിയൽ വെച്ച് നമുക്ക് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് അതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പീസാണ് ഈ കാണുന്നത്. ഇതൊരു മോൾഡാണ്, ഈ കാണുന്നൊരു മോൾഡാണ്. ആ കാണുന്നതാണ് ഫൈബർ, നോർമൽ ഫൈബർ. ഇതൊക്കെ കാർബൺ ഫൈബറാണ് കേട്ടോ. കാണുന്ന എല്ലാം ഫൈബർ, കാർബണിൻ്റെ സാധനങ്ങളാണ്. ഇത് ഫോർജ്ഡ് കാർബൺ ഫൈബർ. കാർബൺ ഫൈബർ കട്ട് ചെയ്തുണ്ടാക്കുന്നതാണ് ഈ ഡിസൈൻ. ഇതൊക്കെ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എയർ ഇൻടേക്ക് വരും, ബൈക്കിൻ്റെ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ സംഭവം. ഇവിടെ വെച്ച് കൊടുക്കും. സുസുക്കിയുടെ വണ്ടിയാണ്, ഡ്രാഗ്സ്റ്ററാണ് വണ്ടി. ഇതൊക്കെ കാർബൺ ഫൈബറാണ്, കാണുന്ന എല്ലാ പാർട്സും. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൊർവറ്റിൻ്റെ ആണ്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് എടുത്ത് ഇതൊരു കോർവറ്റിൻ്റെ ഫെൻഡറാണ്, അകത്തെ ഇന്നർ ഫെൻഡർ. ഇതാണ് കാർബൺ ഫൈബർ ക്ലോത്ത് നമ്മൾ പറയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ വാക്വം പ്രോസസ്സ് ചെയ്യാറുള്ളത്. ഇത് വാക്വം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അതൊന്ന് ഇവിടെ ഒരു ഫെൻഡർ വാക്വം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈ ആയിട്ടില്ല. ഈ വാക്വം പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കുറച്ച് സമയം കൂൾ ഓഫിന് വേണ്ടി വെക്കും. എന്നിട്ട് നേരെ ഓവനിലേക്ക് ഇട്ട് ബേക്ക് ചെയ്യും. അത് ഈ ടൈം റിഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അങ്ങനെ ഇതിൽ കിട്ടിയ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ സാൻഡിങ് ആണ്. സാൻഡിങ് ചെയ്തിട്ടായിട്ട് നമ്മൾ ക്ലിയർ കോട്ടൊക്കെ അടിച്ച് അതിനെ വെറ്റ് സാൻഡിങ് പിന്നെയും ചെയ്യും. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന റെസിൻസിലും ഇതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതനുസരിച്ചിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് ഫിസിക്സ് ഒക്കെ ഇതിൽ ഒരുപാട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതൊന്നെങ്കിൽ നമ്മൾ ചെയ്ത് പഠിക്കണം, ഇല്ലെങ്കിൽ ചെയ്യുന്നത് കണ്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ളത് ഈ രീതിയിലാണ് കിട്ടുക. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്താ വെച്ചാൽ വെയിറ്റ് കുറക്കൽ, വെയിറ്റ് റിഡക്ഷൻ. ഇതാണ് മെയിനായിട്ട് കാർബൺ ഫൈബറിൻ്റെ യൂസേജ്. ഇതിൽ ഒരുപാട് പാറ്റേൺസ് നമുക്ക് ഉണ്ടാക്കാണ്ടി പറ്റും. ലൈക്ക് ഒരു വണ്ടി നമുക്ക് ഫുള്ളായിട്ട് കാർബൺ ഫൈബറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് കുറയും.
പിന്നെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതാ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് എല്ലാവിധ ഏത് സംഭവം വേണം നമുക്ക് കാർബൺ ഫൈബറിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് സാൻഡ് ചെയ്ത് വെച്ച ഇത് സാൻഡിങ്ങിന് ശേഷം പോളിഷിംഗ് ഒക്കെ ചെയ്തിട്ടായിട്ടുള്ള കാർബൺ ഫൈബർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയാം. ഫോർജ്ഡ് കാർബൺ ഫൈബറും നോർമൽ കാർബൺ ഫൈബറും, ഇത് നോർമലായിട്ടുള്ള കാർബൺ ഫൈബറാണ്, ഇത് ഫോർജ്ഡ് ആണ്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയതായിട്ട് വന്നൊരു ഡിസൈനാണ്. നോർമലി ഇതാണ് എല്ലായിടത്തും ഉപയോഗിച്ച് വരുന്ന ഡിസൈൻ പാറ്റേൺ. ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്, പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് നമ്മളിങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും ഡിസൈനിൻ്റെ ഫോർജ്ഡിൽ. നമ്മൾ കാർബൺ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി ഷ്രെഡ് ചെയ്തിട്ട് പിന്നെ അതിനെ ലേ ചെയ്ത് റെസിനിൽ എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുന്നതാണിത്. പക്ഷേ ഇതിൻ്റെ മെത്തേഡ് വ്യത്യസ്തമുണ്ട്. ഇതിൻ്റെ മെത്തേഡ് വേറെയാണ്, ഇത് പ്രെപ്പ് ചെയ്യുന്ന മെത്തേഡ് വേറെയാണ്. ഇതാണ് ഒരു ഫോർജ്ഡ് കാർബൺ ഫൈബറിൻ്റെ ഐറ്റം. ഇതൊരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഈ ഒരു ഭാഗം എയർ ഇൻടേക്ക് ആയിട്ട് ഉപയോഗിക്കും. സോ ഇത് രണ്ടാണ് ഫോർജ്ഡും നോർമലും തമ്മിലുള്ള കാർബണിൻ്റെ വ്യത്യാസം. പിന്നെ ഇതിനേക്കാളും ഓൾമോസ്റ്റ് ലൈക്ക് ഇത് തന്നെ സ്റ്റീലിനേക്കാളും നല്ല സ്ട്രോങ് ഉള്ള ലൈറ്റാണ്. 10 times എന്നാണ് പറയുന്നത്. ഇത് അതിനേക്കാളും 2 times മോർ സ്ട്രെങ്ത് ഉള്ളതാണ്, പെട്ടെന്ന് ബ്രേക്ക് ആവില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.